எந்த கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா, அறிவு கட்டம் குண்டம். பார்த்து நிற்காம எல்லாத்துக்கும் வெளியே போடுறா. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. சொன்ன டேட் எல்லாமே முடிஞ்சு போச்சு. இனி ஒன்னு சொல்ல வேண்டாம். ഓടാവട്ടി தூக்கு வெளியே படுறா. சரி முடியடா. വേഗം വേണം. തെങ്ങേ നടക്കണമെന്നോ ഞാൻ കേറി ഊറ്റാടാ. ഏടാ നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു. അയ്യോ ഞാൻ കൊക്കെ വീട്. ഇവിടെ കിടന്ന് പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നെ കൊല്ലല്ലേ അനിയന്മാരെ. എടാ പന്നി മക്കളെ, അവൻ മലയാളീസാണ്, ഒന്നുകൂടെ പിഴിയടാ അവനെ. അയ്യോ വേണ്ട 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 വേണ്ട. നിർത്ത്. അമ്മ പൂങ്കാവനം അന്ത മലയാളത്തമാരെന്നെ എന്നാവതെ ഹൃദയാടതെ. വീട് പണയപ്പെടുത്തി പണം വാങ്ങിയാൽ തിരിച്ചു തരേണ്ടി വരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം. അല്ലാതെ നാട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാവുന്നാണോ വിചാരം? അയ്യോ, ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ. വണ്ടി കേടായതുകൊണ്ട്. മോളെ, നിന്നെപ്പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത്. അവർക്ക് കുറച്ചാളും കൂടെ ഒരു അവധി കൊടുക്ക്, അവര് തരും. താനാരാ? ലോറിയായിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇയാളാരാ? അവര് പണം തന്നില്ലെങ്കിൽ ഇയാള് തരുമോ പണം? തരും. അവര് തന്നില്ലെങ്കിൽ ഞങ്ങള് തരും പണം. പണം ഒരുപാട് കണ്ടവരാ ഞങ്ങള്. അതെ, ഒരുപാട് അലമാരികളിലെ പണവും സ്വർണവും ഒക്കെ വേണ്ടല്ലേ. എങ്കി വീരവാദം പറയാതെ പലിശ സഹിതം വേഗം കണക്ക് തീർക്ക്. എന്താ പണക്കിഴി നാട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയോ? ഞാനിവിടെ പാറുവെന്ന് വിളിക്കുള്ളൂ. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പെമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവര് നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവക്ക് നേരത്തെ തുടങ്ങി. തന്റെ നാട്ടിലെ ഗുണ്ടായിസ ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോവില്ല. ഇത് തേവരുടെ മോളാ, ഇത് തേവരുടെ നാടും. ഓർത്തോ? നീ ഇങ്ങനെ ആളപ്പിയടിപ്പിക്കലേ പാറു. ഞാൻ ഉറക്കത്തിക്കിടന്ന് ഞെട്ടും. നീ പോർക്കും കൂടെ അബ്ദു എന്ന് കേട്ടിട്ടുണ്ട? വെടിമറ ചാക്കോന്ന് കേട്ടിട്ടുണ്ട? അതിനേക്കാളും വലിയ താപ്പാനിയൊന്നും അല്ല ഈ തേവാര്. എടീ, പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. നീ ആർക്കിട്ട് പേശുന്ന തെറിയുമാ? അവന്റെ മോന്ത കിട്ടൊന്ന് കിട്ടിയപ്പോ മലയാളം പറഞ്ഞ കേട്ടല്ല. എന്താണ് നിന്റെ പേര്? രാജാക്കണ്ണ്. ശരിക്കുള്ള പേര് പറടാ. രാജപ്പൻ ഫ്രം തലശ്ശേരി. രാജപ്പ, മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പോലെ വെക്കും, മനസ്സിലായോ? എന്റെ പാറു, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേഹത്ത് തൊട്ട ഈ കൈ പിന്നെ ചുമ്മാ ഇരിക്കുക. അത് ഈ കൈയുടെ കുഴപ്പമാണ്.
ഇവനാണെങ്കിൽ തേവാരെന്നാ തേവാര ആളെന്നാ തേവാര മകളെന്നാ ഒന്നും നോക്കിയല്ല കേറി അങ്ങോട്ട് പെരുമാറിക്കളി. ദേഹത്ത് തൊട്ട താൻ ആരെയും കയറി അങ്ങ് തല്ലൂ. അത്രയ്ക്ക് ചങ്കൂറ്റമാണെങ്കിൽ എന്റെ ജോലിക്കാരെയല്ല എന്നെയാണ് താൻ തല്ലേണ്ടത്. തല്ലടോ, ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. തല്ല്. ആണാണെങ്കിൽ തല്ല്. എന്താടോ തല്ലുന്നില്ലേ? തല്ലടോ. അമ്മ പാറു പൂങ്കാവനം ആകെ തല്ലിപൊളിയാക്കി. വണ്ടി വിട്ടോ വിട്ടോ വിട്ടോ. എന്ത് അവിവേക നിങ്ങൾ ഈ കാണിച്ചത്? അടി എരന്ന് മേടിച്ചാ പിന്നെ എന്ത് ചെയ്യും? അയ്യോ, ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി നാട്ടിൽ നിൽക്കുന്ന ബുദ്ധിയല്ല, വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. പണിക്കരേട്ടൻ ഇങ്ങനെ പേടിച്ചാല് അവയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. നിങ്ങൾ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. തേവരുടെ കുടുംബത്തിന് അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ്. ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ. ഇത്രയും കാലം ഞങ്ങൾക്ക് ഈ അവധി നീട്ടിത്തന്നത് ആ കൊച്ചിന് ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ചിലപ്പോഴൊക്കെ രഹസ്യമായിട്ട് ചിലർ സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഛേ, എത്രയൊക്കെ വന്നാലും ഒരു പെങ്കൊച്ചല്ലേടാ, അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു. അപ്പ ഒരുമാതിരി എന്തോന്നു അടിയടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാല് മാറണം. ആഹാ, നീ അടിക്കാൻ പറഞ്ഞ പറഞ്ഞ അടിക്കുവാ. പിന്നെ എന്നാ അപ്പനെ അടിക്കടാ, അടിക്കടാ, അപ്പനെ അടിക്കടാ. എന്നാ അടിക്കുന്നില്ലേ? അടിക്കടാ. അയ്യേ, ചമ്മിപ്പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയേ. സന്തോഷമായി പണിക്കരേട്ടാ, എനിക്ക് സന്തോഷമായി. നിങ്ങൾ സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാരാ. മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടിയില്ലേ? ലോറി കൊടുത്ത് വീട്ടിൽ നിന്ന് ഇപ്പൊ തേവരുടെ മോൾ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ആ പെൺകൊച്ചു നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു. അതെന്തും